Hi everyone, welcome back to Delin's Kitchen. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെ എളുപ്പത്തിൽ KFC നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ചിക്കൻ 2 കിലോ. ഈ ചിക്കനെല്ലാം നമുക്ക് ഒരു വലിയ സൈസ്, കുറച്ച് വലിയ സൈസിൽ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്യണം. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ KFC ഒക്കെ കിട്ടുന്ന പോലെ തന്നെ കുറച്ച് വലിയ സൈസിൽ ഇത് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് കടക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യണം. കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ബൗൾ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം ഇതിലൊരു ചെറിയ ബൗൾ എടുത്തത്. അപ്പോൾ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഞാൻ അതൊരു വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഈ കോൺഫ്ലവർ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് ഇതുപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വരണം. ഇപ്പോൾ ഇതിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് പേസ്റ്റാക്കി നമ്മൾ ഈ ചിക്കനിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇനി വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. ഈ കോൺഫ്ലേക്സ് നമ്മളെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഒത്തിരി ഒന്നും പൊടിയാൻ പാടില്ല. ഒരു കുറച്ച് ആ വലിയ പീസുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആദ്യം കോൺഫ്ലേക്സിൽ മുക്കി നന്നായിട്ടൊന്ന് കോൺഫ്ലേക്സ് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് ആ തിളച്ച എണ്ണയിലിട്ട് വറുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഫ്രൈ ചെയ്തിട്ട് ഇനി രണ്ടാമത് നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന കോൺഫ്ലേക്സ് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക. അങ്ങനെ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.